ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നിങ്ങളുടെ ജെ കെ ടോക്ക്. അപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ദ റെബിൾ എന്ന് പറയുന്ന ആനി മാൻവയ്ക്കാത്ത എപ്പിസോഡ് 5ഉം 6ഉമാണ്. അപ്പോൾ ഒട്ടും താമസിപ്പിക്കാതെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ചാപ്റ്ററിന് തുടക്കം തന്നെ നമ്മുടെ ഹീറോ ആ ചുമലമുടിയുള്ള അവനെ തോപ്പിച്ച് അവിടെ നിൽക്കുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ അവിടെയുള്ള ആൾക്കാർ പറയുന്നു, ഇത് ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല, ഇവനെ പോലുള്ളവൻ എങ്ങനെയാണ് ഒരു മെയിൻ ഫാമിലിയെ തോപ്പിക്കുന്നത്. അപ്പോൾ അടുത്ത് നിൽക്കുന്നവൻ പറയുന്നു, ഇങ്ങനെ ഒരു കാര്യം ചെയ്തിട്ട് ഇവനെ ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോന്ന്. ഇതേസമയം ആരും നടന്നു വരുന്ന ശബ്ദം കേൾക്കുന്നു. അപ്പോൾ ഒരു വലിയ ശബ്ദത്തിൽ വിളിച്ച് പറയുന്നു, ഇത് 8ാമത്തെ ഹെഡ് ഓഫ് ഹെൽമെറ്റ് ഫാമിലി. അപ്പോൾ ഇതാണ് റോഡ്രിക്ക് നമ്മുടെ ഹീറോയുടെ മുമ്പിൽ നിൽക്കുന്നു. രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ദേഷ്യത്തിൽ നോക്കുന്നു. അതേസമയം ആ ചുമന്നുമൂടി പെട്ടെന്ന് കുഞ്ഞിൽ നിന്ന് പറയുന്നു, അച്ഛാ, ഇത് കണ്ടോ ഇവൻ എന്നെ ചെയ്തത്? ഈ തന്തയില്ലാത്തവൻ നമ്മുടെ ഫാമിലിയെ അപമാനിക്കാൻ ശ്രമിച്ചു. അതുകൊണ്ട് നിങ്ങളുടെ പവർ എന്താണെന്ന് ഇവനെ കാണിച്ചു കൊടുക്കാൻ. ഇതെല്ലാം കേൾക്കുന്ന റോഡ്രിക്കിന് ദേഷ്യം വന്നിട്ട് അവൻ്റെ കയ്യിലുള്ള വാൾ കൊണ്ട് ആ ചുമലമുടിയുടെ കയ്യിൽ കുത്തുന്നു. ചുമലമുടി വേദന കൊണ്ട് കരയുന്നു. ഇതെല്ലാം കാണുന്ന ആളുകൾ അത്ഭുതപ്പെട്ട് അവിടോട്ട് നോക്കുന്നു. ശേഷം റോഡ്രിക്ക് പറയുന്നു, സ്വന്തം ഫാമിലി ഇതിനകത്ത് കൊണ്ടുവരുന്നു, സ്വന്തം റിവെഞ്ച് എടുക്കാൻ പറ്റാത്ത നിന്നെ പോലെ ഒരു നാണം കെട്ടാൻ എന്ന് പറഞ്ഞ് വാളെടുത്ത് അവനെ വെട്ടാൻ ശ്രമിക്കുന്നു. ഇത് കാണുന്ന ഹീറോയുടെ അച്ഛൻ പറയുന്നു, റോഡ്രിക്ക് നിർത്ത്. ഇതേസമയം റോഡ്രിക്ക് പറയുന്നു, ഈ കൈ കൊണ്ട് നിനക്ക് വാളെടുക്കാൻ ഒരു യോഗ്യതയില്ല. അപ്പോൾ പെട്ടെന്നൊരു സൈലൻസ്. അപ്പം ഈ സൈലൻസ് മാറി കഴിയുമ്പോൾ നമ്മുടെ ഹീറോ ആ വാളിൻ്റെ ഫ്രണ്ടിൽ റോഡ്രിക്കിന് മുമ്പിൽ നിൽക്കുന്നു. ശേഷം ഹീറോ പറയുന്നു, എൻ്റെ അങ്ങൾ, എൻ്റെ ഈ കസിൻ എൻ്റെ ചേച്ചിയോട് ഇതുവരെ മാപ്പ് പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പണിഷ്മെൻറ്റ് കുറച്ച് നേരത്തേക്ക് മാറ്റി വെക്കാൻ. ഇത് കേൾക്കുന്ന റോഡ്രിക്ക് പറയുന്നു, ഒരു അനാഥനായി നീ എന്നോട് പറയാൻ നോക്കുന്നു. നിനക്ക് ശരിക്കും തോന്നുന്നുണ്ടോ ഞാൻ ഈ ഫാമിലി നിന്നെ ഒരു അംഗമായി കാണുന്നുണ്ടെന്ന്? ഇത് കേൾക്കുന്ന ഹീറോ പറയുന്നു, ഞാൻ ബൈസ്കോട്ടിൻ്റെ മകനാണ്, രക്തം കൊണ്ടല്ലെങ്കിലും ഞാൻ അയാളുടെ മകൻ തന്നെയാണെന്ന്. ഒരു നൈറ്റിൻ്റെ ഓണർ തന്നെ അദ്ദേഹത്തിൻ്റെ പുറകിൽ വരുന്ന പേരാണെന്ന്. ഇത് കാണുന്ന റോഡ്രിക്ക് അവൻ്റെ ഏട്ടനൊന്ന് നോക്കിയിട്ട് ഹീറോ നേരെ ദേഷ്യത്തിൽ ബ്ലഡ് ലസ്റ്റോടെ പറയുന്നു, അങ്ങനെയെങ്കിൽ ബൈസ്കോട്ട് ഫാമിലിയിലുള്ള നീ എത്ര ധൈര്യമുണ്ട് മെയിൻ ഫാമിലിയെ ഇങ്ങനെ അപമാനിക്കാൻ തുടങ്ങും. ശേഷം റോഡ്രിക്ക് പറയുന്നു, നമ്മുടെ മാജസ്റ്റി 12,000 നൈറ്റ്സിൻ്റെയും ഈ കിങ്ഡത്തിൻ്റെ സോഡും പ്രൈഡുമാണ്. നിനക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കും, അത് ഒരു ചൈൽഡ് പ്ലേ അല്ലെന്ന്. നിനക്കത് മനസ്സിലാകുമെന്ന് ഞാൻ വിചാരിക്കും. നിൻ്റെ അച്ഛനാണെങ്കിൽ അഡിസ് ലോയലിന് വേണ്ടി സ്വന്തം കൈ പോലും നഷ്ടപ്പെട്ടു. അങ്ങനെയെങ്കിൽ നീ എന്താണ് എനിക്ക് ഓഫർ ചെയ്യാൻ പോകുന്നത്? ഇത് കേൾക്കുന്ന ഹീറോ പറയുന്നു, എല്ലാം മര്യാദയോടെ എൻ്റെ അങ്കിളെ. ഞാൻ പറയുന്നു, ഇതൊരു സിബ്ലിങ്സ് മത്സരമല്ലായിരുന്നല്ലോ, ഇത് ഒരു പപ്പാറ്റിയുടെ മകനും ഒരു അഡോപ്റ്റഡ് സമ്മനും തമ്മിലുള്ള മത്സരമാണ്. അവൻ എൻ്റെ ഫാമിലി അപമാനിക്കാൻ ശ്രമിച്ചു, അതിന് ഞാൻ എൻ്റെ വാൾ കൊണ്ട് ഉത്തരം നൽകി, അത്രയേ ഉള്ളൂ. നിങ്ങൾ തന്നെ പറഞ്ഞു, സ്വന്തം പ്രതികാരം ചെയ്യാൻ പറ്റാത്ത ഒരുത്തിന് വാളെടുക്കാൻ ഒരു അധികാരമില്ലെന്ന്. അതുകൊണ്ട് എൻ്റെ ഒരു വിരൽ പോലും ഞാൻ നഷ്ടപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. ഇതെല്ലാം കാണുന്ന ഹീറോയുടെ ചേച്ചിയെ പേടിച്ച് കൈ മുറുക്കി പിടിക്കുന്നു. ഇത് കേൾക്കുന്ന നീലമുടിയോളം പറയുന്നു, ഇവൻ 10 വയസ്സായതേ ഉള്ളൂ, പക്ഷേ ഇവൻ വളരെയധികം രസമുണ്ട്. ശേഷം റോഡ്രിക്ക് തൻ്റെ വാള് ഉറയിലിട്ടിട്ട് പറയുന്നു, നിന്റെ സ്റ്റാൻസ് എടുക്കാൻ. ഇത് കേൾക്കുന്ന ഹീറോ പെട്ടെന്ന് ഷോക്കായി വാള് ഉറയിലെടുക്കാൻ നോക്കുന്നു. അപ്പോൾ തന്നെ റോഡ്രിക്ക് ഒരു പവർഫുൾ ആയിട്ടുള്ള സ്ട്രൈക്ക് ഹീറോയുടെ നേരെ അയക്കുന്നു. ഹീറോ തെറിച്ചു പോയി വീഴുന്നു. ഇത് കാണുന്ന ഹീറോയുടെ ചേച്ചിയെല്ലാം പേടിച്ച് വാ കുത്തുന്നു. ഇത് കാണുന്ന ഹീറോയുടെ അച്ഛൻ റോഡ്രിക്ക് എത്ര ധൈര്യമുണ്ടെന്ന് ചോദിച്ച് റോഡ്രിക്കിനെ അറ്റാക്ക് ചെയ്യാൻ പോകുന്നു. പക്ഷേ റോഡ്രിക്ക് ഈസി ആയിട്ട് അത് തടുക്കുന്നു. ശേഷം അത് റിഫ്ലക്റ്റായി ഹീറോയുടെ അച്ഛൻ പെട്ടെന്ന് നമ്മുടെ ഹീറോയുടെ അടുത്തേക്ക് ഓടി പോകുന്നു. ഹീറോയുടെ അച്ഛൻ വെച്ചിട്ട് പറയുന്നു, അസ്റ്റർ, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? അവിടെ ഒരു ബ്ലേഡിൻ്റെ തുണ്ട് മാത്രം കിടക്കുന്നു, മുഴുവൻ പുകയാണ്. പെട്ടെന്ന് ഹീറോയുടെ അച്ഛൻ അങ്ങോട്ട് നോക്കി ഞെട്ടുന്നു. അപ്പോൾ നമ്മുടെ ഹീറോ ആ വെറും ബ്ലേഡിൻ്റെ ആ സൈഡ് മാത്രം പിടിച്ചുകൊണ്ട് ഇപ്പോഴും നേരെ നിൽക്കുന്നത് കാണുന്നു. ഇത് കാണുന്ന അയാൾ ഷോക്കാകുന്നു. ഹീറോ ബ്ലഡ് ടെസ്റ്റോടെ റോഡ്രിക്കിനെ നോക്കുന്നു. റോഡ്രിക്ക് ഹീറോ എന്ന് നോക്കിയിട്ട് നടന്നു പോകുന്നു. പുറകെ ആ ചുമലമുടിയും റോഡ്രിക്കിൻ്റെ പുറകെ പോകുന്നു. ശേഷം ഹീറോയുടെ എനർജി എല്ലാം പോയി ഹീറോ മയങ്ങി വീഴുന്നു. ഹീറോ അച്ഛൻ ഹീറോയെ തന്നെ പിടിച്ച് ആസ്റ്റർ എന്ത് പറ്റിയെന്ന് ചോദിക്കുന്നു. ശേഷം ഹീറോ അദ്ദേഹത്തോട് പറയുന്നു, ഞാൻ എൻ്റെ വാക്ക് പാലിച്ചെന്ന്. അപ്പോൾ ഇത് കേൾക്കുന്ന ഹീറോയുടെ അച്ഛൻ പറഞ്ഞു, തീർച്ചയായും. ഇതേ സമയം റോഡ്രിക്ക് സ്റ്റെപ്പ് കയറി വരുമ്പോൾ ആ തടിക്കാരൻ പറയുന്നു, ശരിക്കും അതൊരു പിള്ളേർ കഥയാണ്. ശരിക്കും പോയി ഒരു സംഭവം തന്നെയാണ്. കാരണം റോഡ്രിക്കിൻ്റെ നേരെ തന്നെ ഇത്രയും നന്നായി സംസാരിക്കാൻ പറ്റുമെങ്കിൽ അവൻ ശരിക്കും ഒരു റൈസിംഗ് സ്റ്റാർ തന്നെയായിരിക്കും. എനിക്ക് അവനെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. എനിക്കിത് കണ്ടപ്പോൾ ശരിക്കും പേടി തന്നെ തോന്നുന്നു എന്നാ മഞ്ഞമുടി പറയുന്നു. ഞാൻ വിചാരിച്ചു ആ ഹെൽമെറ്റിൻ്റെ 2 ഭാഗമായി മാറുകയാണ്. ഇത് കിട്ടുന്ന റോഡ്രിക്ക് പറയുന്നു, ഓ അങ്ങനെയാണോ? അങ്ങനെ ഒരു സമയം തീർച്ചയായും വരും. ശേഷം ഹീറോ അടുത്തേക്ക് അവൻ്റെ ചേച്ചി ഓടി വന്ന് ഹീറോ എങ്ങനെയുണ്ടെന്ന് നോക്കുന്നു. ശേഷം ചാപ്റ്റർ 6ന്റെ തുടക്കം തന്നെ നമ്മുടെ ഹീറോ അവൻ്റെ ഫൈറ്റിംഗ് മൂലം എല്ലാവരെയും തോൽപ്പിക്കുന്നതാണ് കാണുന്നത്. ഇതെല്ലാം കാണുന്ന അവിടെയുള്ള സോൾജേഴ്സ്, യങ് മാസ്റ്റർ ആസ്ട്രിക്ട്, നിങ്ങൾ വളരെയധികം പവർഫുൾ ആണെന്ന് പറയുന്നു. അവിടെയുള്ള സോൾജേഴ്സ് പറയുന്നു, ഓ എത്ര അത്ഭുതകരമായ സ്കില്ലാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത്, അദ്ദേഹത്തിന് 10 വയസ്സ് മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നുന്നു. അപ്പോൾ അവിടെയുള്ള വേറൊരു സോൾജർ പറയുന്നു, ആ ഫെസ്റ്റിവലിന് ശേഷം അദ്ദേഹം വളരെയധികം മോട്ടിവേറ്റ് ആയിട്ടാണ് ട്രെയിനിങ് ചെയ്യുന്നതെന്ന്. അവിടെയുള്ള വേറൊരു സോൾജർ പറയുന്നു, നീ കേട്ടായിരുന്നു ആ അസംബ്ലി വെച്ച് റോഡ്രിക്കിൻ്റെ 3ാമത്തെ മകനെ നമ്മുടെ യങ് മാസ്റ്റർ തോൽപ്പിച്ചെന്ന്. അപ്പോൾ വേറൊരുത്തൻ പറയുന്നു, ശരിയാണ്, ആ മെയിൻ ഫാമിലിയുള്ളവരെ നമ്മളെ ഇപ്പോൾ അപമാനിക്കുന്ന രീതിയിലാണ് നോക്കുന്നത്. പക്ഷേ ഈ കഥ കേട്ടപ്പോൾ നമുക്കിപ്പോൾ സമാധാനമുണ്ട് അല്ലേ? ആ ഫെസ്റ്റിവലിൽ നമ്മുടെ ഫാമിലിനെ പവർ എന്താണെന്ന് നമ്മൾ കാണിച്ചെന്ന്. നമ്മളിപ്പോൾ ആ മെയിൻ ഫാമിലിക്ക് നല്ലൊരു അടി കൊടുത്തെന്ന് പറഞ്ഞാലും ഇപ്പോഴും ഒരു കാര്യം മറക്കരുത്, ഇപ്പോഴും ഹെൽമെറ്റ് ഫാമിലി തന്നെയാണ് മെയിൻ ഫാമിലി. അതേസമയം ഹീറോ വിചാരിക്കുന്നു, എനിക്ക് എൻ്റെ പവറിനെ എത്രമാത്രം പുഷ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ അറിയണം. കാരണം എന്നെ തന്നെ എനിക്ക് പ്രൂവ് ചെയ്യണം. എൻ്റെ കയ്യിലുള്ള ഇപ്പോഴത്തെ സ്ട്രെങ്ത് റോഡ്രിക്കിനെ തോപ്പിക്കാൻ പറ്റില്ല. ഈവൻ ഈ സ്ക്രച്ച് എന്ന് പറയുന്നത് നമ്മുടെ പവറിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണെങ്കിലും നമ്മൾ നമ്മുടെ ഹാർഡ് വർക്ക് കൊണ്ട് മാത്രമേ ഒന്നും നേടാൻ സാധിക്കും. എത്ര ശക്തമായ മാജിക് പവർ ഉണ്ടെങ്കിലും അത് ഉപയോഗിക്കാൻ അറിയില്ലെങ്കിൽ വേസ്റ്റാണ്. എൻ്റെ കയ്യിലുള്ള ഈ 7 വിൻസിൻ പവർ ഇതുവരെയും എനിക്ക് മുഴുവനായി യൂസ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഞാൻ എങ്ങനെയും എൻ്റെ പവറിനെ കൺട്രോൾ ചെയ്യണം. ഒരു പക്ഷേ എൻ്റെ കൺട്രോൾ നഷ്ടപ്പെട്ടില്ലെന്ന് ഞാൻ വിചാരിച്ചാൽ എനിക്ക് എൻ്റെ പവർ യൂസ് ചെയ്യാൻ പറ്റുമായിരിക്കും. ഈ ആലോചിക്കുന്ന സമയം തന്നെ നമ്മുടെ ഹീറോ അവിടെയുള്ള എല്ലാവരും അടിച്ച് താഴെ ഇടുന്നു. ശേഷം അടുത്തത് വാ. അപ്പോൾ ഹീറോ നോക്കുമ്പോൾ എല്ലാവരും അവിടെ തോറ്റുപോയി ഇരിക്കുകയാണ്.
അതേസമയം അവിടെ ഒരു ശബ്ദം കേൾക്കുന്നു. നീ ശരിക്കും ഹാർഡ് വർക്ക് തന്നെയാണ് ചെയ്യുന്നത് അല്ലേ ആസ്റ്റ? നിന്നെ അച്ഛൻ വിളിക്കുന്നുണ്ട്. അച്ഛൻ എന്നെ വിളിക്കുന്നുണ്ടോ? ഇതാ ഞാൻ വരുന്നു. പെട്ടെന്ന് അവൻ്റെ ചേച്ചിയുടെ ഡ്രസ്സ് കണ്ടിട്ട് ആ ഔട്ട്ഫിറ്റ്, ഈ ഡ്രസ്സ് നീ അങ്ങനെ ഇടാറില്ലല്ലോ. ഇത് കേൾക്കുന്ന ഹീറോ ചേച്ചി പറയും, ബാലൻസ് അത് ഇമ്പോർട്ടൻ്റ് ആണ്. നീ ഇത്രയും കഷ്ടപ്പെടുന്ന കണ്ടപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. നീ അച്ഛനെ കണ്ടതിന് ശേഷം എൻ്റെ കൂടെ ട്രെയിൻ ചെയ്യണം എന്ന് പറഞ്ഞ് ഹീറോയുടെ നേരെ കത്തിയാൽ കാണിക്കും. അവിടെ ഹീറോ പറഞ്ഞു, ശരി ഞാൻ ഫൈറ്റ് ചെയ്യാം. അടുത്ത സീനിൽ നമ്മുടെ ഹീറോയുടെ അച്ഛനെ കാണാൻ ഹീറോ വരുന്നു. അവൻ കഥ മുട്ടി ഞാൻ വന്നോട്ടെ എന്ന് ചോദിക്കുന്നു. അച്ഛൻ നിങ്ങൾ എന്നെ വിളിച്ചായിരുന്നു. ഹീറോയുടെ അച്ഛൻ പറയുന്നു, അത് നീ ഇവിടെ ഇരിക്കുക. എത്ര പെട്ടെന്നല്ലേ സമയം മതി. നീ ഇപ്പം എൻ്റെ ഈ വീട്ടിൽ വന്നിട്ട് 10 വർഷം കഴിഞ്ഞു. ഞാൻ ശരിക്കും നിനക്ക് ഇത് തരണം എന്ന് കരുതിയത് കുറച്ച് വർഷം കഴിഞ്ഞിട്ടാണ്, പക്ഷേ ഇപ്പോൾ സമയമായി. അപ്പോൾ ആ ടേബിളിൽ വെച്ചിരിക്കുന്ന മോതിരം കണ്ടിട്ട് ഹീറോ പറയുന്നു, ഇതാണ് അടുത്ത ഹെഡ് ആരും തീരുമാനിക്കുന്ന മോതിരമെന്ന്. ശേഷം ഹീറോയുടെ അച്ഛൻ പറയും, ആസ്ത നീ എനിക്ക് ശേഷം ഈ ഹെഡ് ഓഫ് ദ ഫാമിലി ആകണം. ഇത് കേൾക്കുന്ന ഹീറോ ഷോക്ക് ആകുന്നു. നമ്മുടെ ഫാമിലി ഒരു ബ്രാഞ്ച് ഫാമിലി ആണെങ്കിൽ നമ്മൾ ഹെൽമെറ്റ് ഫാമിലിയുടെ ഒരു പ്രധാനപ്പെട്ട അംഗമാണ്. നമ്മൾ പല കാലങ്ങളായി നമ്മുടെ എസ്റ്റേറ്റിനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. എനിക്ക് എല്ലാ കാലവും ഈ സീറ്റ് ഇരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇത് കേൾക്കുന്ന ഹീറോ ചോദിക്കുന്നു, എൻ്റെ ചേച്ചി ഇതിനെ സമ്മതിച്ചോന്നു. എൻ്റെ ചേച്ചിമാരെല്ലാം 3 ദിവസത്തിനുള്ളിൽ അക്കാഡമിയിലായി ട്രെയിനിങ് കഴിഞ്ഞ് വീട്ടിലേക്ക് വരും. എല്ലാം സമയമാകുമ്പോൾ ഞാൻ അവരോട് പറയും, എന്ത് സിസ്റ്റർ മാർത്തയും അതുപോലെ തന്നെ സിസ്റ്റർ കൊണ്ടുപോയി തിരിച്ചു വരുന്നുണ്ടല്ലേ. അങ്ങനെയെങ്കിൽ ഒരിക്കലും ഞാൻ ഇതിൽ സന്തോഷിക്കില്ല. കാരണം എൻ്റെ സിസ്റ്ററെ കൊണ്ടുപോയി ഇത് തീർച്ചയായും ഇഷ്ടപ്പെടില്ല. ഞാനൊരാണായതുകൊണ്ട് തന്നെ അവൾ തീർച്ചയായും എന്നോട് വളരെയധികം ദേഷ്യത്തിലാണ് സംസാരിക്കുന്നത്. അതുമാത്രമല്ല എൻ്റെ കയ്യിൽ 7 വിങ്സ് ഉള്ളത് കൊണ്ടും കൂടെ. അങ്ങനെ ഈ ഓഫർ എനിക്ക് ഒരിക്കലും സ്വീകരിക്കാൻ പറ്റത്തില്ല. അതുമാത്രമല്ല എൻ്റെ പവറിൽ എനിക്ക് പോലും കൺട്രോൾ ഇല്ല. അതുമാത്രമല്ല എൻ്റെ പവർ ഒരു ഔട്ട് ഓഫ് കൺട്രോൾ ആയിട്ട് എൻ്റെ ചേച്ചിമാരെ തന്നെ കൊല്ലം നോക്കി. അതുമാത്രമല്ല എൻ്റെ ചേച്ചി എതിർക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇത് കേൾക്കുന്ന ഹീറോയുടെ അച്ഛൻ ചിരിക്കുന്നു. ഞാൻ ശരിക്കും ഈ റിംഗ് നിനക്ക് തരാൻ ആഗ്രഹിച്ചത് നിന്റെ ഫെസ്റ്റിവലിലെ അസാധാരണമായ പ്രകടനം കണ്ടുകൊണ്ടാണ്. ശേഷം അവിടെ നിന്നൊരു ബോക്സ് എടുത്തിട്ട് പറയുന്നു, പക്ഷേ നിനക്ക് അതിനേക്കാളും നല്ല ഉചിതമായ ഒരു ഗിഫ്റ്റ് എൻ്റെ കയ്യിലുണ്ട്. ഇതേ സമയം നമ്മുടെ ഹീറോ ആ ബോക്സ് കണ്ട് നെട്ടുന്നു. ശേഷം പറയുന്നു, ഇതാണോ? ഹീറോയുടെ അച്ഛൻ പറയും, ഇത് മാജിക്കൽ സോർഡ് ഗ്രിം. സോ ഗൈസ്, അങ്ങനെയാണ് ഈ 5ഉം 6ഉം ചാപ്റ്റർ ഈ റെബൽ മാൻ വരെ തീരുന്നത്. അടുത്ത എപ്പിസോഡിനായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കമൻറ്റ്സ് ഈ വീഡിയോസിനെ കുറിച്ച് എന്താണെന്ന് കമൻറ്റ് ചെയ്യാനും ഒരിക്കലും മറക്കില്ല. ഓക്കെ, നല്ല നല്ല വീഡിയോസ് അപ്കമിംഗ് വീഡിയോസ് ഒക്കെ നമ്മുടെ ചാനൽ വരുന്നതായിരിക്കും. അപ്പം ഗൈസ് ബൈ, ടേക്ക് കെയർ.